ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബട്ടർഫ്ലൈസ് ആൻഡ് മീ. ഇന്നൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ എനിക്കിന്ന് ആവോലി കിട്ടിയിരുന്നു. അപ്പോൾ ആവോലി മീൻ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല കൊത്തിപ്പിക്കുന്ന ഒരു ഫിഷ് ഫ്രൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ല ഫ്രഷായിട്ടുള്ള ആവോലിയാണ് കേട്ടോ ഗായ്സ്. നമുക്ക് ഇതിനെ വെട്ടി കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. കല്ലുപ്പും ചൊറുക്കിയിട്ട് നല്ല പോലെ ഉരച്ച് വൃത്തിയാക്കി എടുക്കാൻ പോവാണേ. ഇനി ഇത് കഴുകി എടുത്തിട്ട് ചെറിയ പീസാക്കാം. അപ്പം കഴുകി വൃത്തിയാക്കി വെട്ടി നുറുക്കിയെടുത്ത ആവോലി കഷ്ണത്തിലേക്ക് നമുക്ക് വറക്കാനുള്ള മസാലകൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ചേർക്കാറുണ്ട്, ഒരു കളറ് ഭംഗിയായിട്ട് വരാൻ വേണ്ടി. പിന്നെ അതേ ആവശ്യത്തിന് മുളക് പൊടി ഉണ്ട്. കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മീൻ വറുക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഒരുപാടില്ല, കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അല്പം ചേർത്തിട്ടുള്ളൂ. പച്ച വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇനി ഞാനൊരു നല്ല മണത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതും ഈ ഫിഷൊക്കെ കൂടി മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണമായിരിക്കും, നല്ലൊരു വാസന ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ ചേർക്കാറുണ്ട് ഈ വലിയ മീനുകളിലൊക്കെ. അപ്പോൾ വെറുതെ ഒന്ന് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, തൊലിയോട് കൂടിയിട്ട് തന്നെ. കുറച്ച് വേപ്പില. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി പൊത്തി വെക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യാറ്. നിങ്ങളിങ്ങനെയല്ല ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അഭിപ്രായം അറിയിക്കണേ. മസാലയൊക്കെ പുരട്ടിയ മീൻ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും വേപ്പിലൊക്കെ കുറച്ച് ഈ കഷ്ണങ്ങളുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ലൊരു വാസന ഉണ്ടാവും മീൻ പൊരിച്ചെടുത്തതിന്. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഈ ഫിഷ് ഫ്രൈ ആണ്, ആവോലി ഫ്രൈ. ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ്. അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്യാം. ആവോലി ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നല്ല ഇരുമ്പ് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ടൊന്ന് വേപ്പില തണ്ട്. ഇനി ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഈ 3 പീസ് വറക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം
പൊരിയട്ടെ. അദ്ദേഹം ഒരു സൈഡ് തിരിച്ചിട്ടിട്ട് കാണിക്കാം. ഒരു സൈഡ് നന്നായി മുരിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ സൈഡും കൂടി മുരിഞ്ഞ് ഫ്രൈ ആവട്ടെ. നല്ല സൂപ്പർ ആവോലി ഫ്രൈ ഇപ്പം റെഡിയാവും. ഒരു 2 മിനിറ്റ് കൂടി മതി. അപ്പോൾ ഫിഷ് ഫ്രൈ നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. ആദ്യത്തെ ഒരു പീസ് എടുത്ത് ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട്. വേപ്പിലയും എല്ലാം കൂടിയിട്ടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇതുപോലെയാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതുപോലെ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. 3 പീസാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേ രണ്ടാമത്തെ പീസ്. അപ്പോൾ ഇതും കൂടി പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ആവോലി ഫ്രൈ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി ആവുന്നുണ്ട്. ഫിഷ് ഫ്രൈ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ചും ഇതുപോലുള്ള വലിയ മീനുകൾ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പില കൂടി തിരുമ്മി പുരട്ടി വറക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയും ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഇത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കറിയുടെ കൂടെ ആണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് പഴം കൂട്ടാനും പരിപ്പും മുരിങ്ങയിലും വെച്ച കറിയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനായിരിക്കും. സൂപ്പർ ആവോലി ഫ്രൈ ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.